ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞായറാഴ്ചകളിൽ നമ്മൾ പാട്ടുവിശേഷങ്ങളാണ്, മ്യൂസിക് തെറാപ്പിയുടെ മറ്റൊരു സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാതൃദിവസമാണ്. അമ്മമാരെ ഓർക്കാൻ, അല്ലെ, എല്ലാ അമ്മമാരെയും ഓർക്കാൻ ഒത്തിരി കഥകൾ, അനുഭവങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അമ്മമാർ ഈ ലോകത്തെ ഇപ്പോൾ കാണപ്പെട്ട ദൈവങ്ങളാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അനേകം സൃഷ്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈ അമ്മമാരെല്ലാം നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം ഓർക്കാം. അവർക്ക് അവരുടെ ധാരാട്ട് പാട്ടുകളും അവരെ കുറിച്ചുള്ള പാട്ടുകളും അവർ മക്കൾക്ക് വേണ്ടി പാടുന്ന പാട്ടുകളും ഒക്കെ നമുക്ക് കേൾക്കാം. സോ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് നയിക്കുന്ന ജോസഫ് ജോൺ സാറാണ്. നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും പ്രത്യേകം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ജോസഫ് ജോൺ സാറിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ജോസഫ് ജോൺ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. സർവീസിന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാർ, സന്നിഹിതരായിട്ടുള്ള എല്ലാ ഗുരുസ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കും പാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ സ്വാഗതം. നമുക്ക് മ്യൂസിക് തെറാപ്പിയുടെ പാട്ടുവിശേഷത്തിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് കൂടി പ്രവേശിക്കാം. ഇന്ന് മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കും. 10 ബെനിഫിറ്റ്സ് ഓഫ് ലേണിംഗ് മ്യൂസിക്. പാട്ട് പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. പാട്ട് പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് 10 ഉള്ളോ? അല്ല, ധാരാളമുണ്ട്. പക്ഷെ 10 പ്രധാന ബെനിഫിറ്റ്സ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളൊക്കെ ഓരോ പ്രൊഫഷനിൽ ഉള്ളവരാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നവരാണ്. ഫൈനാൻസ് മേഖല, മാനേജ്മെന്റ് മേഖല, ലീഡർഷിപ്പ് മേഖല. എനിക്കൊരു തൊഴിലുണ്ട്, എനിക്കൊരു ജോലിയുണ്ട്, വരുമാനമുണ്ട്. ദെൻ വൈ ഷുഡ് ഐ ലേൺ മ്യൂസിക്? ഞാൻ എന്തിന് സംഗീതം പഠിച്ച് എൻ്റെ സമയവും പണവും പാഴാം എന്ന് ചിന്തിക്കുന്ന പലരും. പണമുണ്ടാക്കുന്ന വ്യഗ്രതയും ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ജീവിതം അർപ്പിച്ചു കഴിയുമ്പോൾ അതിലൊരു സുഖമുണ്ട്. പാട്ട് പഠിക്കുമ്പോൾ നാം അറിയാതെ ധാരാളം ഗുണങ്ങൾ നമ്മളിലേക്ക്, അത് പുറമേ കണ്ടുവന്ന് വരില്ല. അത് പണത്തിൻ്റെയോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെയോ വലിപ്പം കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റും. അത് നോട്ട് സോ ഓബ്വിയസ്. അത് നമുക്ക് പുറമെ അധികം കാണാൻ, അളക്കാൻ പറ്റുന്നതായിരിക്കും. ദ ഇമ്പാക്ട് ഓഫ് മ്യൂസിക് മേ ബി ലെസ് ഓബ്വിയസ്. പ്രത്യക്ഷം ആയിരിക്കത്തില്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് അത് മ്യൂസിക്കിന്റെ ഇമ്പാക്റ്റിനെ അളക്കാൻ പറ്റും. ലെസ് ഓബ്വിയസ് ദാൻ ദാറ്റ് ഓഫ് ഫിനാൻസ് ആൻഡ് ലീഡർഷിപ്പ്. ഫൈനാൻസോ ലീഡർഷിപ്പോ മറ്റ് ജോലികളോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വളരെ ലെസ് ഓബ്വിയസ് ആയി, വളരെ കുറച്ച് പുറമെ കാണാനുണ്ടാവും, അല്ലേ? ഇറ്റ് ബിൽഡ്സ് സോഫ്റ്റ് സ്കിൽസ്. സംഗീതം എന്താണ് നമുക്ക് തരുന്ന ഗുണം? നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകളെ വർദ്ധിപ്പിക്കുന്നു, വളർത്തുന്നു. ആൻഡ് മേക്സ് എ ഡിഫറൻസ് ഇൻ ബോത്ത് യുവർ പ്രൊഫഷണൽ ആൻഡ് പ്രൈവറ്റ് ലൈഫ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ പ്രൊഫഷണൽ ലൈഫിലും പ്രൈവറ്റ് ലൈഫിലും ആ സംഗീതം പഠിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന സോഫ്റ്റ് സ്കിൽസ് വളരെയധികം ഗുണം ചെയ്യും. നമുക്കിന്ന് 10 അഡ്വാൻറ്റേജസ് ഓഫ് ലേണിംഗ് മ്യൂസിക്, അതാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, സംഗീതം കേൾക്കുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയുന്നുണ്ട്, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആങ്സൈറ്റി ലെവൽസ് കുറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തതാണ്. ഇറ്റ് ക്യാൻ ഈവൻ സ്ട്രെങ്തൻ യുവർ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ്. രോഗപ്രതിരോധത്തിന് ഉള്ള നമ്മുടെ റെസ്പോൺസിനും വളരെയധികം ഗുണം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇക്കാലത്ത് വൈറസുകളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നതാണ് പറയുന്നത്. മ്യൂസിക് ക്യാൻ ബി ലേൺ ആൻഡ് പ്ലേഡ് ഈവൻ അറ്റ് ആൻ ഓൾഡ് ഏജ്. കുട്ടിക്കാലത്ത് പഠിക്കാൻ സാധിച്ചില്ല,
ഇത് ഏത് പ്രായക്കാർക്കും പഠിക്കാം എന്നുള്ളതാണ് മ്യൂസിക്കിന്റെ പ്രത്യേകത. ആൻഡ് ഇറ്റ്സ് എ സോഷ്യൽ ആക്ടിവിറ്റി ദാറ്റ് ക്യാൻ കീപ് അവർ മൈൻഡ്സ് ആക്റ്റീവ്. നമ്മുടെ മനസ്സിനെ എപ്പോഴും ആക്റ്റീവ് ആക്കി വയ്ക്കുവാൻ പറ്റിയ ഒരു സോഷ്യൽ ആക്ടിവിറ്റിയും കൂടിയാണ് മ്യൂസിക്കിലൂടെ നാം പഠിച്ചെടുക്കുക. This is especially important in protecting ourselves from mind-related diseases such as Alzheimer's disease and dementia. എപ്പോഴും മൈൻഡ് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ഇതുപോലെയുള്ള മറവി രോഗം പോലെയുള്ള രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കുവാനും സാധിക്കും. മ്യൂസിക്കിന്റെ ഒരു ഗുണം, മ്യൂസിക് ക്യാൻ മേക്ക് യു സ്മാർട്ടർ. നമ്മളെ കൂടുതൽ കാര്യക്ഷമതയുള്ളവരാണ്, കൂടുതൽ സമർത്ഥരാക്കാനായിട്ട് മ്യൂസിക്കിന് സാധിക്കും. മ്യൂസിക് ക്യാൻ എൻഹാൻസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദി മൈൻഡ് വെൻ ഇറ്റ് ഇസ് ടേക്കൺ അപ്പ് അറ്റ് ആൻ ഏർലി ഏജ്. ചെറുപ്പകാലത്ത് പഠിക്കുവാണെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് എൻഹാൻസ്ഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദി മൈൻഡ്. മനസ്സിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കുമായിരുന്നു. എന്ന് വെച്ച് ഇനിയും നമുക്ക് പഠിക്കാം, അത് കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും. ബട്ട് വാട്ട് ഇഫ് വി ഹാവ് ഓൾറെഡി പാസ്ഡ് ഏർലി ഏജ് കഴിഞ്ഞുപോയി, എന്നാലും നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. It turns out that learning music at an older age can do wonders for your mind as well. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. എനിക്കറിയാം 60, 70, 75, 80 വയസ്സുകളിൽ സംഗീതം പഠിച്ചു തുടങ്ങിയവരെ. അപ്പോ അവർക്കൊക്കെ പണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന കാര്യം അവർക്ക് അവസരം കിട്ടിയപ്പോൾ പഠിച്ച് വളരെ വണ്ടർഫുൾ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. നമുക്ക് ഈ എന്താണ് ഫ്ലവേഴ്സ് ചാനലിൽ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിലൊക്കെ ഒരു സ്ത്രീ കഴിഞ്ഞ മാസം വന്നത് ഞാൻ ഓർക്കുക. എത്ര മനോഹരമായിട്ടാണ് അവർ പാടുന്നത്. പക്ഷെ അത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സംഗീതം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അത് ഏത് സമയത്തായാലും ഏത് അവസരത്തിലായാലും അതിനുള്ള അത് ഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. In a study at the University of South Florida, adults aged between 60 and 85 were given piano lessons. 60, 80, 85 വയസ്സുകൾക്കിടയിലുള്ളവരെ പിയാനോ പഠിപ്പിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം അവരുടെ മെമ്മറി, വെർബൽ ഫ്ലുവൻസി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സ്കിൽസ് ആൻഡ് അതർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എൻഹാൻസ് ചെയ്തു എന്നുള്ളതാണ് ആ പഠനത്തിലൂടെ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ സംഗീതം ഏത് പ്രായത്തിൽ പഠിക്കാം? അത് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ വളരെയധികം സഹായിക്കും. അതിൻ്റെ വളർച്ചയ്ക്ക്, അതിൻ്റെ ഫങ്ഷനെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. 2, മ്യൂസിക് ക്യാൻ ബൂസ്റ്റ് യുവർ സോഷ്യൽ ലൈഫ്. നമുക്കറിയാം സംഗീതം നമ്മളെ കൂടുതൽ അടുപ്പിക്കും, സമൂഹവുമായിട്ട് അടുപ്പിക്കും, അല്ലെ? ലേണിംഗ് ഹൗ ടു ക്രിയേറ്റ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ യുവർ ലവ്ഡ് വൺസ് ടു എൻജോയ്, വിച്ച് ക്യാൻ ബ്രിങ് യു ക്ലോസർ ടു ദം. നമ്മുടെ അടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സംഭാവന സംഗീതത്തിലൂടെ നൽകുമ്പോൾ അവരെല്ലാവരും, അല്ലെങ്കിൽ നമ്മൾ അവരോട് കൂടുതൽ അടുക്കുകയാണ്, അവരും നമ്മളോട് കൂടുതൽ അടുക്കുകയും ചെയ്യും. മേക്ക് സം ന്യൂ ഫ്രണ്ട്സ്. അതിലൂടെ നമുക്ക് കൂടുതൽ സുഹൃത്തുക്കളെ കിട്ടും. മ്യൂസിഷ്യൻസ് പലരും ഒരുമിച്ച് പ്ലേ ചെയ്യുന്നുണ്ട്, അല്ലേ? ഒരു ഓർക്കസ്ട്ര ആണെങ്കിൽ തന്നെ. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ തങ്ങളിൽ ഒരു ബോണ്ടേജ്, അപ്പോൾ മറ്റ് നെഗറ്റീവ് ഇമോഷൻസിനൊന്നും അവിടെ പ്രാധാന്യമില്ല. ഒരു പോസിറ്റീവ് വൈബ്സ് അവർ തങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതൊരു സോഷ്യൽ ലൈഫ്, സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. 3rd one, മ്യൂസിക് ക്യാൻ ഹെൽപ്പ് ബിൽഡ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇപ്പോ വലിയ ഓഡിയൻസിന്റെ മുമ്പിൽ പാടണമെന്നില്ല, ചെറിയ ഓഡിയൻസ് ആയാലും 1 or 2 പേരുടെ മുമ്പിലായാലും ഒന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോരായ്മകൾ തിരുത്തിക്കൊണ്ട്
നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഓക്കെ, ഇപ്പോൾ വലിയ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ ചില സ്റ്റേജിലൊക്കെ അവർക്കൊരു പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഓഡിയൻസിന്റെ മുമ്പിൽ പെർഫോം ചെയ്തു കഴിഞ്ഞ് അത് ഓവർകം ചെയ്തെടുത്തുകൊണ്ട് വരാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ സംഗീതം പഠിക്കുന്നതിലൂടെ സാധിക്കും. മ്യൂസിക് ടീച്ചേഴ്സ് പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ. സംഗീതം പഠിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കണം, നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരിക്കണം. അതോടൊപ്പം നമ്മൾ കൂടുതൽ കാലം പേഷ്യൻസോടുകൂടി പ്രാക്ടീസ് ചെയ്യാനായിട്ട് തയ്യാറാവും. പെട്ടെന്ന് കിട്ടുന്ന ഒരു സിദ്ധിയല്ല. ടേക്സ് ടൈം ടു ലേൺ music or to play instruments. It requires to work consistently for a good amount of time. കുറേ കാലത്തെ പരിശ്രമത്തിലൂടെ, കുറേ കാലം വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കത് നേടാൻ സാധിക്കൂ. അവിടെ എന്താണ് നമുക്ക് കിട്ടുക? അവിടെ നമുക്ക് നമ്മൾ എന്താണ് പഠിക്കുക? പേഷ്യൻസും ഡിസിപ്ലിനും പഠിക്കുക, അല്ലേ? പെട്ടെന്ന് ഇട്ടിട്ട് പോകാനുള്ള ഒരു മനസ്സോടുകൂടി ആണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പെർസിവിയറൻസും വേണം, പ്രതിബദ്ധതയും ഉണ്ടായിരിക്കും. പിന്നെയോ ആൻഡ് റെസിലിയൻസ് ടു ദി നാച്ചുറൽ എബ് ആൻഡ് ഫ്ലോ ഓഫ് അവർ ഡേ ടു ഡേ എന്തൂസിയാസം. നമ്മുടെ ഓരോ ജീവിതത്തിലുള്ള ഡെയിലി ജീവിതത്തിലെ കയറ്റമിറക്കവും അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു മനസ്ഥിതിയും ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമുക്ക് തരുന്നത് ഡിസിപ്ലിനും പേഷ്യൻസും നമ്മളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സംഗീതം പഠിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം. മ്യൂസിക് എൻഹാൻസസ് ക്രിയേറ്റിവിറ്റി, ദി എബിലിറ്റി ടു ക്രിയേറ്റ്. എന്തെങ്കിലും പുതിയത് സൃഷ്ടിക്കുവാനുള്ള സൃഷ്ടിപരത എന്നൊക്കെ പറയും. മ്യൂസിക് എൻഹാൻസസ് ക്രിയേറ്റിവിറ്റി. മ്യൂസിക് ഈസ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ബേസിക് റൂൾസ് ആൻഡ് ദെൻ എക്സ്പ്രസിങ് യുവർസെൽഫ് ഇൻ ദ ഫോം ഓഫ് സൗണ്ട്. ബേസിക് റൂൾസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രസന്റേഷൻ നടത്തുകയാണ് മ്യൂസിക്കിലൂടെ ചെയ്യുന്നത്. സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നു, പാട്ടുകൾ ഇംപ്രൊവൈസ് ചെയ്യുക. എല്ലാവർക്കും ഒരേപോലെ പാടാൻ കഴിയില്ല, അല്ലേ? ഓരോ പാട്ടിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് re-performing existing songs as always, that musicians create something out of that. എന്തായാലും മ്യൂസിഷ്യൻസ് എന്താണ് ചെയ്യുക? ദേ ക്രിയേറ്റ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. അതിപ്പോൾ ഒരു പാട്ട് ഏറ്റെടുത്ത് പാടുകയാണെങ്കിലും അതിലും കുറെ ഇംപ്രൊവൈസേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെയും ദർ ഈസ് സംതിങ് ന്യൂ. അപ്പോൾ ക്രിയേറ്റിവിറ്റി കൂട്ടുവാനായിട്ട് മ്യൂസിക് പഠിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. Then sixth one, music helps you connect with others. മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുന്നതിന്, ബന്ധം സ്ഥാപിക്കുന്നതിന് സാധിക്കുന്നു. അതിപ്പോൾ ഏത് കൾച്ചറായാലും ഏത് കൾച്ചറിലുള്ള ആൾക്കാരുമായിട്ടും നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഭാഷ അറിയണമെന്ന്, അല്ലേ? ഭാഷ, നമ്മൾ അറിയാത്ത ഭാഷയിലെ എത്രയോ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാനൊന്നുമില്ല, നമുക്കൊരു പാട്ടിനെ കുറിച്ച് സംസാരിക്കാം, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? അപ്പോൾ ആ പാട്ടിനെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ അവിടെ ഒരു കോൺവെർസേഷനുള്ള വേദി ഒരുങ്ങുകയാണ്. ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, കണക്ട് ചെയ്യുവാൻ സംഗീതം പഠനം ഒത്തിരി സഹായിക്കുന്നുണ്ട്. മ്യൂസിക് ക്യാൻ ഹെൽപ്പ് യു ലേൺ ടീം വർക്ക്. ഇപ്പോൾ ഓർക്കസ്ട്രയുടെ കാര്യം പറഞ്ഞു, അതുപോലെയുള്ള ഒരു ടീം വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സംഗീതം പഠനം കൊണ്ട് സാധിക്കും. അതെങ്ങനെയാണ്? ഇപ്പോൾ പല ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അതിൻ്റെ എല്ലാം ഒരു ലയം ഉണ്ടാകണം, ഇല്ലെങ്കിൽ കല്ലുകടി ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ഏച്ചു വെച്ചതുപോലെ തോന്നും. അതൊക്കെ അറിയാത്ത രീതിയിലൊരു സിങ്ക്രണൈസേഷൻ ആണ്, ഓർക്കസ്ട്രേഷൻ ആണ് വേണ്ടത്. അതിനൊരു ടീം വർക്കിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മ്യൂസിക് പഠിക്കുന്നതിലൂടെ നല്ലൊരു ടീം പ്ലെയർ ആയിട്ട് മാറാനുള്ള അവസരവും കിട്ടുകയാണ്. മ്യൂസിക് ഈസ് ആൻ അമേസിങ് സ്ട്രെസ് റിലീവർ. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗമാണ് സംഗീതം.
ചിലപ്പോഴൊക്കെ തല പെരുക്കുന്ന പോലെ തോന്നും, വർക്കിന്റെ സമ്മർദ്ദം അല്ലെങ്കിൽ വീട്ടിലെ സമ്മർദ്ദങ്ങളൊക്കെ കൊണ്ട്. അപ്പൊ നമ്മൾ എന്തിലേക്കൊക്കെയാണ് തിരിയുക സാധാരണ? പല കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് ഏതാനും കാര്യങ്ങളൊന്ന് പറയാമോ? എന്തൊക്കെ മാർഗങ്ങളാണ് സാധാരണ നമ്മൾ സ്വീകരിക്കുക? കോമഡി കാണും, ആർക്കെങ്കിലും? പാട്ട് കേൾക്കും. ടി വി കാണും, യെസ്. പാട്ട് കേൾക്കും, കോമഡി, പാട്ട്, മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ. മറ്റുള്ളവരുമായിട്ട് സമയം ചെലവഴിക്കും, സംസാരിക്കാനായിട്ട്. ഇപ്പോൾ അടുത്തൊരു ചായക്കടയാണെങ്കിലും അവിടെ പോയി അവരുമായിട്ടൊന്ന് സോഷ്യലൈസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഭക്ഷണം കഴിക്കും അല്ലേ? വെളിയിൽ പോയി ഭക്ഷണം കഴിച്ചേക്കാന്നില്ലേ? വേണ്ടാത്ത കാര്യങ്ങളും ഉണ്ട്, വേണ്ടാത്തതുകൊണ്ട്. എന്തൊക്കെയാണ്? സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അങ്ങനെ തിരിയുന്നവരും ഉണ്ട്. അപ്പോ ഈ റിലീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവ് എഫക്റ്റ് തരുന്നതുകൊണ്ട് നമ്മളെ ഹെൽത്തിനെ ദോഷകരമായി ബാധിക്കുന്നതും ഉണ്ട്. എപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത, നമ്മളെ നെഗറ്റീവ് ആയിട്ട് ലീഡ് ചെയ്യാത്ത ഹോബീസ് അല്ലെങ്കിൽ സ്ട്രെസ് റിലീവേഴ്സിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതിലേറ്റവും ബെസ്റ്റ് സംഗീതം. സംഗീതം കേൾക്കുക. സംഗീതം കേൾക്കുന്നത് പോലും, നമ്മളിപ്പോൾ പാടണമെന്നില്ല, സംഗീതം കേൾക്കുന്നത് പോലും നമുക്ക് ഒത്തിരി സഹായിക്കുന്നുണ്ട്. പ്ലേയിങ് മ്യൂസിക് ഈസ് ആൻ അമേസിംഗ് വേ ടു ഗെറ്റ് യുവർ മൈൻഡ്സ് ഓഫ് തിങ്സ്. മനസ്സ് പല കാര്യങ്ങളിലും ഇങ്ങനെ ചുറ്റിത്തിരികയായിരിക്കും. അതിനൊക്കെ മാറാൻ ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യമാണ് പ്ലേയിങ് മ്യൂസിക്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇറ്റ് റിലീസസ് അവർ ഫ്രസ്ട്രേഷൻ. ഇറ്റ് കോസ്റ്റ് നത്തിങ്. വലിയ ചിലവൊന്നുമില്ല അല്ലേ? പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ചിലവൊന്നും. ആൻഡ് യു പ്രോബബ്ലി വിൽ ഗെയിൻ എ ബഞ്ച് ഓഫ് ക്ലോസ് മ്യൂസിഷ്യൻ ഫ്രണ്ട്സ് വൈൽ യു ഡു ഇറ്റ്. അപ്പൊ അങ്ങനെ പാട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ കുറേ മ്യൂസിഷ്യൻ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടുന്നു. അവിടെ ഇരിക്കുമ്പോൾ, പാടുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ, ആ പാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ, പങ്കെടുക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലെ സ്ട്രെസ്സും ഒക്കെ റിലീവ് ചെയ്യപ്പെടുകയാണ്. അതും സംഗീതം പഠിക്കുന്നത് കൊണ്ടുള്ള വലിയ ഗുണങ്ങളിൽ ഒന്നാണ്. മ്യൂസിക് ഈസ് ഫൺ. വളരെ രസമുള്ളൊരു കാര്യമാണ്. ഓരോ പാട്ടുമൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കുറച്ചൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെന്തോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. അത് നമുക്ക് പ്ലഷർ തരും. അതാണ്, അങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഓരോന്നും സംഭവിക്കുമ്പോൾ ആണ് നമുക്ക് റിവാർഡ് കിട്ടുക. ബ്രെയിൻ റിവാർഡിങ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുകയും നമുക്ക് അങ്ങനെയുള്ള ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. ആഗ്രഹിച്ച രീതിയിൽ പ്ലേ ചെയ്യാൻ, ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിലൂടെ സന്തോഷം ലഭിക്കുക. ലേണിംഗ് ടു പ്ലേ മ്യൂസിക് ക്യാൻ ടേക്ക് സം എഫേർട്ട്. ഇത്തിരി എഫേർട്ടുള്ള കാര്യമാണ്. ബട്ട് ഇറ്റ് ഈസ് റിയലി ഈസി ടു ലേൺ സംതിങ് വിത്ത് സോ മച്ച് ബെനിഫിഷ്യൽ പൊട്ടൻഷ്യൽ. സംഗീതത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സംഗീതം പഠിക്കുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒത്തിരി പൊട്ടൻഷ്യൽ തരുന്നത്, ബെനിഫിഷ്യൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആണ് സംഗീത പഠനം നമുക്ക് സമ്മാനിക്കുക. ഇറ്റ് ഈസ് എ ഹെൽത്തി അഡിക്ഷൻ. അതിന് വേണേൽ ഒരു അഡിക്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? സംഗീതത്തോട് എപ്പോഴും ഇങ്ങനെ ചേർന്ന് നിൽക്കും. സംഗീതത്തെ ഒരു സന്തത സഹചാരിയാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു വെളിച്ചവും തെളിച്ചവും ഒക്കെ ഉണ്ടാകും. ഇറ്റ്സ് എ ഹെൽത്തി അഡിഷൻ ദാറ്റ് ലോഡ്സ് ഓഫ് ഫൺ. ആൻഡ് I promise that you will not regret making that decision to start learning music. സംഗീതം പഠിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്താൽ ഒരു കാലത്ത് നമ്മളതിൽ റിഗ്രറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ ബിക്കോസ് വിദ്യാരംഭത്തെ സമയമാണ്. കുട്ടിക്കാലത്ത് തന്നെ സംഗീതം പഠിച്ചു തുടങ്ങുന്നത്
നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഒരു അടിസ്ഥാനമുണ്ട്, അവർക്ക് നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാകും, കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന കാര്യമായതുകൊണ്ട് കുട്ടികളെ സംഗീതം പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ അവർ പഠിക്കും. അങ്ങനെ സംഗീതത്തിന്റെ ലോകത്തിലേക്ക് ഏത് പ്രായക്കാർക്കും കടന്നു വരാം. നമ്മളെ സംബന്ധിച്ച് ചെയ്യാവുന്നത് കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയുമാണ് മ്യൂസിക്കിനെ കുറിച്ച് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ്. ഇന്ന് മാതൃദിനമാണ്. മാതൃദിനത്തിന്റെ ആശംസകൾ അമ്മമാർക്ക്, നമ്മളെ വളർത്തിയ സ്ത്രീകൾ ഒക്കെ ആദരവ് നൽകുന്ന ദിവസമാണെന്ന്. അമ്മ എന്ന രണ്ടക്ഷരം കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? അമ്മ എന്ന രണ്ടക്ഷരം, അത് നിർവചിക്കാൻ പറ്റില്ല അല്ലെ? ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മുഖം പൂ വിരിയുന്നത് പോലെ സുന്ദരം. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. ഇന്ന് മാതൃദിനം. നാം ഇന്നിവിടെ ഈ ഭൂമിയിൽ, ഈ മനോഹര തീരത്ത് ജീവനോടെ ഉള്ളത് നമുക്ക് ജന്മം നൽകി വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തിൽ, അൺകണ്ടീഷണൽ ലവും സമർപ്പണത്തോടെയും നമ്മെ വളർത്താൻ അമ്മയുണ്ടായിരുന്നതുകൊണ്ടാണ്. ഇതെപ്പോഴും നാം ചിന്തിക്കേണ്ട കാര്യം. പക്ഷെ ചിന്തിക്കാറുണ്ടോ? എപ്പോഴും അവഗണിക്കുന്ന ഒരു കാര്യമല്ലേ? എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കേണ്ട കാര്യമാണ്. കാര്യം അർഹിക്കുന്ന ഗൗരവത്തോടെ, അർഹിക്കുന്ന ആദരവോടെ മക്കൾ പിന്തുടർന്നാൽ ഈ ഭൂമി എത്ര മനോഹരമാകും അല്ലെ? എത്ര ശാന്തമായ, എത്ര സുന്ദരമാണ്. സ്ത്രീകൾ ആദരിക്കപ്പെടുന്ന ഒരു സമൂഹം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വിജയത്തിലും പരാജയത്തിലും ഒക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി. പാട്ടുകളിലൂടെ നമുക്ക് നമ്മുടെ സന്തോഷവും ആദരവും സമർപ്പിക്കാം. ഈ ഭൂമിയിൽ പിറന്നതിന് നന്ദിയുള്ളവരായി അമ്മമാർക്ക് അഭിമാനിക്കാൻ മറ്റാർക്കും കഴിയാത്ത പുണ്യമാണ് അവർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അമ്മയെ ഓർക്കാതെ ഒരു ദിവസവും കടന്നു പോകരുത്. വാർദ്ധക്യത്തിൽ എത്തിയാൽ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അവർക്ക് ആവശ്യം പണമോ സമ്പത്തോ ഒന്നുമല്ല, നമ്മുടെ സാന്നിധ്യം. നമ്മൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നത് കാണുവാനാണ്. ഒപ്പം നമുക്ക് നമ്മുടെ വിലയേറിയ സമയം അവരുമായി പങ്കുവയ്ക്കാൻ അല്പസമയം എന്നും കണ്ടെത്തുകയും ചെയ്യാം. നമുക്ക് പാട്ടുകളിലേക്ക് പ്രവേശിക്കാം. സാബു സാറേ. ഓക്കെ സാർ. മാതൃദിനത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ സാറേ? പറഞ്ഞോളൂ പറയാം സാർ. മറ്റുള്ളവർക്കും പറയാൻ അല്പസമയം കൊടുക്കാം. യെസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഒരുപക്ഷെ ഭൂമിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് വേണേൽ പറയാം അല്ലെ? അതെ. മിനു പറഞ്ഞു. ഗുഡ് ഈവനിങ് സർ. സോ മാതൃദിനവുമാണ് ഇത്. ഇന്ന് പാട്ടിന്റെ കാര്യവും പറയുന്നത് കൊണ്ട് ഒരു താരാട്ട് പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുകയാണ്. ഏത് പാട്ടാണ്? പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പെയ്തല്ലേ. ഓക്കെ. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ ഷുവർ. ഓക്കെ. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് പാട്ടിലേക്ക് കടന്നോളൂ. ഓക്കെ സർ. അമ്മ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, നിർവചിക്കാൻ പറ്റത്തില്ല. കാരണം വേറെ ഒരു വ്യക്തിയുമായിട്ടും, കാരണം മക്കളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ അമ്മയുടെ ആ ഒരു
അതായത് ഭാവം അത്രയും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ നമ്മൾ അമ്മമാരാകുമ്പോഴാണ് ശരിക്കും അമ്മ എന്താണെന്നുള്ളത്. അത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതല് നമ്മുടെ മരണം വരെയും എപ്പോഴും മനസ്സില് ഒരു ദിവസം പോലും മക്കളെ ഓർക്കാത്ത ഒരു ദിവസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് അവരിനി എന്ത് തെറ്റ് ചെയ്താലും അത് മറക്കുന്ന ഒരു കോടതിയാണ് അല്ലേ? എപ്പോഴും അവരിനി എന്ത് തെറ്റ് ചെയ്താലും അമ്മ എന്നുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും സാരമില്ല, അവൻ നന്നായിരിക്കണം. മനസ്സിലായോ? കാരണം വൃദ്ധരായ മാതാപിതാക്കളെ കൊണ്ടുവിടുന്ന പല സദനങ്ങളുണ്ട്. പക്ഷെ അവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. പക്ഷെ അപ്പോഴും അവര് പറയുന്ന വേണ്ട, അവര് നന്നായിട്ട് ജീവിച്ചോട്ടെ. ഒരു സാക്രിഫൈസ്, ഒരു ത്യാഗ മനോഭാവമാണ് എനിക്ക് എപ്പോഴും അമ്മ എന്ന് പറയുന്ന. ഞാൻ ഇമോഷണൽ ആവുകയാണ്. എനിക്ക് എല്ലാവരും ഇമോഷണൽ ആകുന്ന ഒരു പദമാണ് അമ്മ പദം. അതെ. അപ്പൊ അമ്മ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കള് അത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന മുതല് എപ്പോഴാണേലും അവരുടെ വിശപ്പെന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അമ്മമാർക്ക്. ഒരു കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ അത് പല അമ്മമാരും വേറെ എന്ത് മാർഗം സ്വീകരിച്ചും അവരുടെ വിശപ്പടക്കാനായിട്ട് അത് മനുഷ്യര് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ളത് ഈവൻ പൂച്ചയും പട്ടിയും ഒക്കെ ആണെങ്കിൽ തന്നെ അവരുടെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരൊത്തിരിയും സെൻസിറ്റീവ് ആവുന്നു. അല്ലെ പശു ആണെങ്കിൽ തന്നെ അവരുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഈവൻ ഈയിടയ്ക്കൊരു ആനയുടെ കഥ കണ്ട, അതിന്റെ കുഞ്ഞിനെ എന്തോ ചെയ്തതെന്നുള്ളതിന്റെ വാശിയും വൈരാഗ്യവും അത് എല്ലാ ഞാനും കുറെ പൂച്ചകളെ വളർത്തുന്നുണ്ട്. പക്ഷെ അവരുടെ കുഞ്ഞുങ്ങളെ അവര് പാല് എസ്പെഷ്യലി ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് they will be very attached to the mother. അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളോട് ഉള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നല്ല ഒരു ഫോട്ടോഗ്രാഫറിന് ഈ ഒരു വർഷത്തെ അവാർഡ് കിട്ടിയ ഒരു പടം എന്താന്ന് വെച്ചാൽ, ഒരു പിക്ചർ എന്താന്ന് വെച്ചാൽ, ഇറ്റ് വാസ് വെരി ഹാർട്ട് ടച്ചിങ്. ഒരു മാന് അതിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഓടിയപ്പോഴ് പുലി ഓടിക്കുകയാണ്. അപ്പൊ അതിന് മനസ്സിലായി കുഞ്ഞുങ്ങളെ പിടിക്കുമെന്ന് മനസ്സിലായപ്പോ അതെന്ത് ചെയ്തു, അത് നിന്നു കൊടുത്തു അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ തിന്നോ, സോ ദാറ്റ് മൈ ചിൽഡ്രൻ ആർ സേവ്ഡ്. അപ്പൊ അതിന്റെ അപ്പുറം എനിക്ക് ഒന്നും പറയാനില്ല. പാട്ടിലേക്ക് കടന്നു. പാട്ട് സ്ക്രീനിലുണ്ട്, നോക്കി പാടിക്കോളൂ. So nice of you, sir. Thank you, sir. Because ഞാൻ ഇപ്പൊ പെട്ടെന്നാണ് എന്റെ മനസ്സിൽ ഈ തിങ്കിങ് വന്നത്. അതുകൊണ്ട് എനിക്ക് ലിറിക്സ് ഇല്ലായിരുന്നു. So you're so thoughtful. Thank you so much. പാട്ട് പാടി ഉറക്കം ഞാൻ താമരപ്പൂം പൈതലെ ഞാൻ കരളിന്റെ കരളിന്റെ മൈക്ക് അടുത്ത് പിടിപ്പിക്കാം. മൈക്ക് അടുത്ത് പിടിച്ച് പാടും. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ചുരം അടുപ്പിച്ച് പാടിക്കോ, മൈക്ക് അടുപ്പിച്ച്. ഇപ്പോഴും പാട്ട് പാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ
കേട്ട് കേട്ട് നീ ഉറങ്ങൻ കരളിന്റെ കാതലേ, കരളിന്റെ കാ കേൾക്കാൻ പറ്റിയോ സർ? ഹലോ, കേൾക്കാം കേൾക്കാം, പാടിക്കോളൂ, കുഴപ്പമില്ല. ആദ്യം ഇച്ചിരി ഡിസ്റ്റർബ് ആയിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല, അവസാനം കേട്ടു. കഴിഞ്ഞോ? സർ താഴെയുള്ളത് കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ആ പിന്നാലി പൂമളം. രാവായി തീരും നീ ഒരു കാലമോ, ഒരു കാലമോമനെ മറക്കാതെ അന്നോത്തൻ താതൻ ശ്രീരാമനെ, രാമനെ പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമര പൈതലേ, കേട്ടു കേട്ടു നീ കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ, ആരിരാരോ രാരിരോ, രാരിരാരോ രാരിരോ. താങ്ക് യു മാഡം ഫോർ ദ സപ്പോർട്ട്. കാരണം താരാട്ട് എല്ലാ അമ്മമാർക്കും ഉള്ളതാണ്. അത് ഹിന്ദിയിലും നല്ല താരാട്ട് പാട്ടുകളുണ്ട്. ലോറി എന്ന് പറയും അതിന്, കുഞ്ഞുങ്ങളെ താരാട്ട്. കാരണം ആദ്യത്തെ പാട്ട് മക്കളുടെ മനസ്സിൽ ഒരു സംഗീതത്തിന്റെ ഇത് വരുന്നത് അമ്മമാരുടെ താരാട്ട് പാട്ട് തന്നെയാണ്. അപ്പൊ അതിന് വർഷങ്ങളോളം പഴക്കമുണ്ട്. എനിക്ക് തോന്നുന്നു മ്യൂസിക് ഉണ്ടാകുന്നതിന് മുമ്പേ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ പാടി ഉറക്കാനുള്ള ഒരു സ്ഥിതി. പിന്നെ വേറെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മമാരുടെ മക്കളുടെ എന്ത് പ്രശ്നം വന്നാലും അതിനൊരു സൊല്യൂഷൻ അമ്മമാര് പറഞ്ഞു കൊടുക്കുന്ന, അത് ദൈവം തരുന്ന ഒരു കഴിവാണ്. അമിതാഭ് ബച്ചൻ ഒരു ഇതിൽ പറയുകയായിരുന്നു, അത് ഏത് പ്രശ്നം വന്നാലും അമ്മമാരുടെ കയ്യിൽ അതിനൊരു സൊല്യൂഷൻ അവര് കണ്ടെത്തിയിരിക്കും. അപ്പം കുഞ്ഞുങ്ങൾ അനുസരിക്കുക, അമ്മമാരെ അപ്പനന്മാരെ. ഇന്നത്തെ ഒരു തലമുറ വളരെ ഒരു വല്ലാത്ത ഒരു രീതിയിലോട്ട് പോകുന്നു. അപ്പോൾ അത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട്. അടുത്ത ജനറേഷൻ കുഞ്ഞുങ്ങളെ, നിങ്ങളെ അമ്മയെ അപ്പനെ ആദരിക്കുക. ഓണർ യുവർ പേരൻസ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കമാൻഡ്മെന്റ്, സോ ദാറ്റ് യുവർ ലൈഫ് വിൽ ബി വെൽ വിത്ത് യു. ഇതാണ് എനിക്ക് അടുത്ത ജനറേഷനോട് പറയാനുള്ളത്. Thank you sir so much. I was so emotional. It has affected my singing also. Sorry. താങ്ക് യു മാം, വളരെ മനോഹരമായിരുന്നു. പാട്ടുകൾ എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ട് കേട്ടില്ലെങ്കിലും അതിനെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഉഷാ കുമാരി മാമും കൂടെ വന്നു. അപ്പൊ അത് ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു ഉഷ മാം. ഓക്കെ. നമുക്ക് പ്രധാനമായും പാട്ടുകൾ ഇങ്ങനെയാണ്. അമ്മ എല്ലാവരും ദൈവമുണ്ടോ, അതുപോലെ തന്നെ കുറെ പാട്ടുകളുണ്ട്. ഞാൻ ലിറിക്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാൻ ആര്, ദൈവമാര്. അപ്പൊ ഈ പാട്ടുകള് നിങ്ങൾക്ക് പാടാവുന്നെങ്കിൽ പാടാവുന്നതാണ്. അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു, അതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തമിഴ് പാട്ടാണത്. അമ്മ എന്ന് വിളിച്ചു കരയാത്ത ജീവനില്ല, ഉണങ്ങാത്ത ഉയർച്ചയുമില്ല, നേരിട്ട് സംസാരിക്കുന്ന ഏകദൈവം മാതാവല്ലാതെ മറ്റാര്, അമ്മ എന്നുഴയ്ക്കാതെ എന്നുള്ള പാട്ട്. അതുപോലെ തന്നെ എന്നമ്മയൊത്ത് പാട്ട് പാടാനുള്ളവർ പാടിക്കുള്ളൂ. ഏതാണ് പാടുന്നത് പറഞ്ഞാൽ മതി, ഞാനത് ലിറിക്സ് ഇട്ട് തരാം. പാട്ട് പറഞ്ഞാൽ മതി, ലിറിക്സ് ഞാൻ ഇട്ട് തരാം. മിക്കവാറും ഒക്കെ ഓൾമോസ്റ്റ് കുറെ ലിറിക്സ് നമ്മളോട് എഴുതിയിട്ടുണ്ട്. ആരാണ് പാടുന്നത് പറയും, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, പറഞ്ഞാൽ മതി, ഞാനത് ഇട്ട് തരാം. അശ്വതി ഓമന മാം ഏതാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? ഷെർലി മാം, ഉഷാകുമാരി, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാം. അല്ലെങ്കിൽ ജോസഫ് സാർ സ്റ്റാർട്ട് ചെയ്യും. ഏതാ ഒരു പാട്ട് പാടുന്നത് സാർ? അത് തന്നെ ആയിക്കോട്ടെ. ശരി, പാടി.
അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു പൂവിലുണ്ടോ. കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നതാം ദൈവമല്ലേ അമ്മേ, അമ്മേ, അമ്മേ. സകലതും മറക്കും കോടതിയമ്മ, സന്നിധിയം സത്യപ്രഭതൻ സന്നിധിയമ്മ, സ്നേഹസാരം നീ തന്നെയല്ലേ, സ്നേഹസാരം നീ തന്നെയല്ലേ, സേവനഭാവം നിൻ പ്രാണനല്ലേ അമ്മേ, അമ്മേ, അമ്മേ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു പൂവിലുണ്ടോ. താങ്ക് യു. മുഴുവൻ പാടണ്ട സാറേ, സമയം. സാബു സാർ മ്യൂട്ടാണ്, കേൾക്കുന്നില്ല. ഈ പാട്ട് ആരെങ്കിലും പാടുന്നുണ്ടോ എന്ന് ചോദിക്കുക. ചായം എന്ന സിനിമയില് ദേവരാജൻ മാഷിന്റെ മ്യൂസിക്കില് വയലാർ രാമവർമ്മയുടെ ഒരു പാട്ടാണ്. ഓക്കെ, അതില്ലെങ്കിൽ കുഴപ്പമില്ല. അടുത്ത പാട്ട് എന്ന് പറയുന്നത് അമ്മ മഴക്കാറിന് കണ്ണു നിറഞ്ഞു, മാടമ്പി എന്ന് പറഞ്ഞ സിനിമയില് ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരി ഓർത്തപ്പോൾ അത് പാടിയിരുന്നു. എം ജയചന്ദ്രന്റെ പാട്ട്. ആരാ പാടുന്നത്? പറയും. പാടും. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പാർവണങ്ങൾ പടിവാതിൽ ചാരുമൊരു മനസ്സിൻ നടവഴിയിൽ, രാത്രി നേരമൊരു യാത്ര പോയ നിഴലെവിടെ വിളി കേൾക്കാം. അമ്മേ സ്വയമെരിയാനൊരു മന്ത്രദീക്ഷ തരുമോ, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. താങ്ക് യു സർ. അമ്മയുടെ ഓർമ്മകളിലേക്കൊക്കെ പോകാമോ? രമാവതി മാമിനോടാ അമ്മയെ കുറിച്ച് എന്തെങ്കിലും? അതായത് നമ്മളിപ്പം മാതൃദിനം കൊണ്ടാടുമ്പം അമ്മ എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെ ഒക്കെ പ്രതീകമാണ് സാറേ. സ്നേഹം മാത്രമല്ല, നമുക്ക് എല്ലാത്തിനും മാപ്പ് തരുന്ന ഒരു കോടതിയാണ് അമ്മ. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു തെറ്റ് ചെയ്താല് ചിലപ്പോ അച്ഛൻ പിടിച്ച് 2 അടി അടിക്കുമ്പോഴും ഉടനെ വന്നിട്ട് അതിന്
അടിക്കല്ലേ എന്നുള്ള ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ച് എന്റെ കുഞ്ഞിനെ അടിക്കല്ലേ, അവന് അത് ആദ്യമായിട്ട് ചെയ്ത ഒരു തെറ്റാന്ന്, ഇന്ന് മാപ്പ് കൊടുക്കണം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അമ്മ നമുക്കൊക്കെ ഒരുപാട് കഥ പറഞ്ഞു തരും. മാഡം നേരത്തെ പറഞ്ഞ പോലെ താരാട്ട് പാടി ഉറക്കും. അത് കഴിഞ്ഞിട്ട് മക്കള് വലുതായിട്ട് എവിടെയെങ്കിലും പോയാല് തിരിച്ച് മക്കള് ഒരു ആഴ്ചയിൽ വരാൻ പറ്റുന്ന സ്ഥലം ആണെങ്കിൽ പോലും മക്കള് വരുമല്ലോ, അന്നേരം അമ്മ ആഗ്രഹിക്കും എന്റെ മോൻ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ വന്നിരുന്നെങ്കിൽ, അവന് 2 ദിവസം ലീവല്ലേ, എനിക്ക് അടുത്തിരുന്ന് സംസാരിക്കാമായിരുന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ അവര് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം പൈസ ഒക്കെ ചെലവാക്കി. ആ സന്ദർഭത്തിൽ ഞാൻ ഒരു 3-4 മിനിറ്റും കൂടി എടുത്തോട്ടെ സാറേ? 3-4 മിനിറ്റ് എടുക്കാമോ? തീർച്ചയായും. അതായത് ഒരു മദേഴ്സ് ഡേ എന്നുള്ള അത് ഞാൻ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് ചെറുത്. അത് മദേഴ്സ് ഡേയിൽ ഒരാളിങ്ങനെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ ഫോൺ കോള് വരികയാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് അവിടെ അവരുടെ കീഴിലുള്ള കുറെ കുട്ടികൾ ഡൗട്ട് ചോദിക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ കാറ് കൊണ്ടുപോയി നിർത്തുന്നത് ഒരു പൂവൊക്കെ വെക്കുന്ന സ്ഥലത്താണ്. അപ്പം അവിടെ കാർഡ്സും ഉണ്ട്. അപ്പം അയാൾ പറഞ്ഞു എനിക്ക് കുറച്ച് പ്ലാസ്റ്റിക് പൂക്കൾ വേണം, നാളെ മദേഴ്സ് ഡേ അല്ലേ, എൻ്റെ അമ്മക്ക് അയച്ചു കൊടുക്കാനാണ്. അപ്പം അഡ്രസ്സ് ഞാൻ തരാം. ഇവിടെ കാർഡും ഉണ്ടല്ലോ, എന്നാ പിന്നെ ഒരു കാർഡ് എൻ്റെ അമ്മക്ക് അഡ്രസ്സ് എഴുതിയിട്ട് ഞാൻ അയക്കാം, രണ്ടും കൂടി ഒന്ന് പാക്ക് ചെയ്തിട്ട് പ്ലാസ്റ്റിക് പൂവും ഇതൊക്കെ തന്നോട് പറയുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഒരു മൂലയിൽ നിൽക്കുകയാണ് ആ കടയിൽ. ആ കുട്ടി എന്താ കുറെ നേരമായാലും നിൽക്കുന്നേ, എന്താ ആ കുട്ടി അവിടെ നിൽക്കുന്നത്? എനിക്കറിയില്ല സാർ, ആ കുട്ടി കുറെ നേരം കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് പറഞ്ഞു നാളെ എന്താ സാറേ, ടീച്ചർ സ്കൂളിൽ നിന്ന് പറഞ്ഞു നാളെ മദേഴ്സ് ഡേ ആണ്, അപ്പൊ എൻ്റെ അമ്മക്കൊരു പൂവ് വേണമായിരുന്നു. എൻ്റെ കയ്യിൽ 2 രൂപ തുട്ടേ ഉള്ളു, പക്ഷെ കടയിലുള്ള ഈ അങ്കിള് പറഞ്ഞു 5 രൂപ വേണം ഒരു റോസാപ്പൂവിനെന്ന്. അതിനെന്താ, എൻ്റെ മോൾക്ക് ഞാൻ വാങ്ങിച്ചുതരാം ഒരു റോസാപ്പൂ, മോൾ ഇഷ്ടമുള്ള പൂവ് എടുത്തോന്നു പറഞ്ഞിട്ട് ആ പൈസ കൊടുത്തിട്ട് ആ കുട്ടിക്ക് ഒരു പൂവ് കൊടുത്തിട്ട് ആ കുട്ടി കടയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പം ഈ പൂക്കളെല്ലാം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് ഇങ്ങനെ പറഞ്ഞതെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഇയാൾ പോകുന്നത്. അമ്മക്ക് കടലാസ് പൂക്കളും കാർഡും എല്ലാം അയച്ചോളൂ എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. അപ്പൊ ആ കുട്ടി, മോള് നീ കാറിൽ കയറിക്കോളൂ, ഞാൻ അവിടെ ഇറക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടാകുമ്പോ അങ്കിൾ എൻ്റെ അമ്മേനെ കാണാൻ അങ്കിള് വരുന്നില്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടീന്റെ പുറകെ പോകുമ്പോ കാണുന്ന രംഗം, ആ കുട്ടീന്റെ അമ്മ ഇല്ല, അമ്മ മരിച്ചിരിക്കുകയാണ്. അപ്പൊ കാറിന്ന് അയാൾ ചോദിക്കുന്നുണ്ട്, പൂ മാത്രമേ കൊടുക്കുന്നുള്ള? അല്ല, ഡാൻസ് കാണിച്ചു കൊടുക്കുന്ന അങ്കിൾ. അപ്പൊ ഈ അമ്മേനെ വെച്ച അവിടെ പോയിട്ട് മരിച്ച അവിടെ പൂ വെച്ചിട്ട് ഈ കുട്ടി കുറച്ച് പുറകോട്ട് നിന്നിട്ട് 4 സ്റ്റെപ്പ് ഡാൻസ് കാണിക്കാണ്. അത് കണ്ടിട്ട് അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അയാൾ ഉടനെ കാറോടിച്ച് ആ കടയിൽ പോയിട്ട് അയാളോട് പറയാണ്, അത് നിങ്ങൾ അയച്ചു കഴിഞ്ഞോ? ഇല്ല സാർ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോറി, അത് അയക്കണ്ട, എനിക്ക് കുറച്ച് ഒറിജിനൽ പൂക്കളാണ് വേണ്ടത്, പ്ലാസ്റ്റിക് പൂ വേണ്ട. അങ്ങനെ മേടിച്ചിട്ട് അയാൾ പോകുമ്പോ അമ്മയെ വിളിക്കാണ്, അമ്മേ ഞാൻ വരികയാണ്, അമ്മേ വീട്ടിലോട്ട് വരികയാണ്. മോൻ ഇന്ന് വരുന്നില്ല, തിരക്കുണ്ടെന്നല്ലേടാ പറഞ്ഞത്? അല്ല അമ്മ, എനിക്കിന്ന് അമ്മേനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് സാറേ. അതാണ് കഥ. താങ്ക് യു സാർ. ഓക്കെ മാം, താങ്ക് യു. അടുത്ത പാട്ട് വളരെ പ്രസിദ്ധമായ ഒരു തമിഴ് പാട്ടാണ്. ആർക്കാണ് ഇതിനകത്ത് ഒരു വരി നോക്കാൻ പറ്റുന്നത്? മതിയോ? യെസ്, സ്ക്രീനിൽ കാണാലോ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? അടുത്തത് എന്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. നമ്മൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ വളരെ സുഹാസിനിയുടെ അല്ലെ ഒരു പ്രത്യേക വേഷമാണത്. അതിലൊരു പാട്ടാണ്. ആർക്കെങ്കിലും പാടാമോ? പാടട്ടെ? തീർച്ചയായും പഠിക്കുമോ? എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളാൽ ഞാൻ കൊതിച്ചു,
ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. എനിക്കു തരാൻ ഇനിയുണ്ടോ കൂടുകൂടെ ചിരിക്കുന്ന പൊൻപാവ. വിശക്കുമ്പോൾ പകരാതി ഇതൊക്കെ പോണു സർ, സോറി. വിശക്കുമ്പോൾ പകരാമോ തൈർക്കലം തൂവുന്ന തൂവെണ്ണ. എനിക്കെന്റെ ബാല്യം ഇനി വേണം, എനിക്കെന്റെ സ്നേഹം ഇനി വേണം. അലയേണമീ ചിറകിൽ എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ച്. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ച്. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. ഇഷ്ടമുള്ളൊരു പാട്ടാണ് പറയുന്നത്. താങ്ക് യു മാം, താങ്ക് യു. വെൽക്കം വെൽക്കം. അടുത്തത് വളരെ പഴയ ഒരു പാട്ടാണ്. ദേവരാജൻ മാഷ്ടെ അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും. ആരാണ് പാടുന്നത്? ആരും പാടുന്നില്ലെങ്കിൽ മാത്രം ഞാൻ പാടാം സാറേ. പാടിക്കും. അമ്മിണിത്താരക കുഞ്ഞിന്റെ ഇന്നലെ രാത്രിയും കണ്ടില്ല, ഇന്നു വെളുപ്പിനും കണ്ടില്ല. ചന്ദനക്കിണ്ണവും വെള്ളമിച്ചോമ വന്നു വിളിക്കില്ലേ, അമ്മാവൻ വന്നു വിളിക്കില്ലേ. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും. അമ്മിണി താരക കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോൾ വരും. നല്ല നല്ല പഴയ പാട്ടത്. അന്തി വിളക്കൊക്കെ എടുത്താറായി, അങ്കണവാതിലടയ്ക്കാറായി, പഞ്ചവം കാട്ടിലെ പഞ്ചവർണ്ണ കിളി പാടിയുറങ്ങാറായി, കീർത്തനം പാടിയുറങ്ങാറായി. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പ വരും. അമ്മിണി താരക കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പ വരും. താങ്ക് യു. വെരി ഗുഡ്, താങ്ക് യു. പിന്നെ അമ്മമാരെ കുറിച്ച് പറയാനായിട്ട് നമ്മള് കൊച്ചുങ്ങളാകുമ്പോഴേ നമ്മൾക്ക് അമ്മമാരുടെ മഹത്വം അറിയാൻ പറ്റും. പക്ഷെ ഞങ്ങളിപ്പോ അമ്മമാരായപ്പോഴാണ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മുടെ മക്കൾ നമ്മളോട് കിട്ടുന്ന ആ ഒരു സന്തോഷമാണ് ഏറ്റവും വലുത്. മക്കള് നമ്മളെ നന്നായിട്ട് നമ്മളെ ഉയർത്തിപ്പിടിച്ച്, പ്രത്യേകിച്ച് സമൂഹത്തിൽ നമ്മളെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന ആ സംസാരം കേൾക്കുമ്പോഴും അതിലൂടെ നമ്മളെ അമ്മമാരെ ബഹുമാനിക്കുന്നതോടെ നമ്മുടെ മക്കൾ നമ്മളെ ബഹുമാനിക്കും. അതേ നമ്മൾ എന്തോരം നമ്മളുടെ അമ്മമാരെ ബഹുമാനിക്കുന്നു അതിനേലും കൂടുതൽ നമ്മൾക്ക് കിട്ടും. നമ്മളുടെ അമ്മമാരെ ബഹുമാനിക്കാൻ ആദ്യം പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. തീർച്ചയായും. അടുത്ത വളരെ മനോഹരമായ ഒരു താരാട്ട് പാട്ടാണ്. ആർക്കാണ് പാടാൻ പറ്റുന്നത്? ഓലത്തുമ്പത്തിരുന്നു ഉയലാടും ചെല്ലപ്പൈകിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി.
വെള്ളം കോരി കുളിപ്പിച്ചു കിന്നരിച്ചോ മരിച്ചയ്യാ. എന്റെ മാരിപ്പാളുങ്കിപ്പം രാജം മുപ്പത്തായി പോയടി. ചൊല്ലി നാവോരുതേ കണ്ടു കണ്ണീറരുതേ. പിള്ളദോഷം കളയാൻ മുളുപുള്ളോൻ കടമേ ഹോയ്. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈകിളി. എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. കുരുന്നു ചുണ്ടിലോ പരന്ന പാൽമണം, വയമ്പു നാവിലോ നൂറുന്നു കൊഞ്ചലും. നൂറുന്നു കൊഞ്ചലിൽ നിറഞ്ഞോരമ്മയും ഒരമ്മ തന്മനം. കുളിർന്ന ഹാസ്യവും ആനന്ദത്തെ നിമ്പത്തേരിൽ ഞാനീ മാനത്തോടങ്ങിക്കൊന്നോടിക്കോട്ടെ. കാണുന്നില്ല ഇനി. ഓരോരുത്തർക്ക് ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാഞ്ചക്കം ചാടിക്കോട്ടെ. പൂങ്കവിൾ കേളുന്നിൽ ഞാൻ ചാന്ത് കൊണ്ടു ചാർത്തിടാം. എന്നുള്ളിൽ ചൊല്ലും കണ്ണും കൊണ്ടാപത്തൊന്നേറ്റിടാതിടാ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി. എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. താങ്ക് യു. പിന്നെ എല്ലാവരോടും എന്റെ അമ്മ ഉണ്ട്. എന്റെ അമ്മയുടെ 93ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ 15-ാം തീയതി സെലിബ്രേറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു മാം. വാത്സല്യം എന്ന് പറയുന്ന ആ പാട്ട് ആ സിനിമയിലെ മനോഹരമായ ഒരു പാട്ടാണ് അല്ലെ? ആരാണ് പാടുന്നത്? ഷേർലി മാം അല്ലാതെ പുതിയ ആരെങ്കിലും? അശ്വതി മാം, ഓമന മാം, മിനു, ആർക്കെങ്കിലും? ഒരു സെക്കൻഡ്, ആരായിരുന്നു? പഠിക്കൂ പഠിക്കൂ. ആ യെസ് യെസ്. താമേരെ കണ്ണനുറങ്ങേണം കണ്ണും തച്ചനെ പോലെ വളേണം അമ്മയ്ക്കൂടായി മാറേണം. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പേനെ കയ്യിലെടുക്കേണം. താമര കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടിയുറങ്ങേണം. വീണുയർന്നു വാള ശരിക്കും കിട്ടുന്നില്ല. വഴികളിൽ മുള്ളു കണ്ടു നീങ്ങണം. നല്ലവനാകേണം താമരക്കനുറങ്ങേണം കണ്ണും പൂട്ടി ഉറങ്ങേണം. ഓക്കെ, താങ്ക് യു. മുഴുവനായിട്ടില്ല. 2 വരി ഹിന്ദി പാടാൻ ആഗ്രഹിക്കുകയാണ്. പഠിക്കോളൂ. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. പഠിക്കോളൂ. മൈക്ക് അടുപ്പിച്ച് പാടേ. സൗണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. മൈക്ക് അടുപ്പിച്ച് വെച്ച് പാടും. പഠിക്കൂ. ഇടയ്ക്ക് ബ്രേക്ക് വരും.
ओ मेरी माँ मैं तेरा लाडला, तेरे पकड़ के चला, में पाया, मेरी माँ मैं तेरा लाडला, माँ ओ मेरी माँ मैं तेरा लाडला. हाँ सर, കേട്ടോ സർ? ഹലോ, കേൾക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് പോലെ വരുന്നുണ്ട്. ആ വൈഫൈയുടെ ഒരു കണക്ഷന്റെ കറക്റ്റായിട്ട് വരുന്നില്ല. ഈ പാട്ട് പാടട്ടെ? പാടിക്കും, ഉഷോമാനി മാം പാടിക്കും. തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ, ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ, മാനത്ത് മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി, തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം. തുമ്പക്കുടത്തിന് തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പിവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായൂഞ്ഞാലിടാം. ഓക്കെ, അത് നല്ല ക്ലിയർ ആയിട്ട് കേട്ടു. വെരി ഗുഡ്. ഓക്കെ, രണ്ടുപേരും പാടി. താങ്ക് യു. അടുത്ത പാട്ട് നിങ്ങൾ പാടിയതാണ്. വേറെ ആർക്കെങ്കിലും പാട്ട് പാടാമോ? ഈ പാട്ട് പാടി ഉറക്കാം ഞാൻ, പാട്ട് പാടി ഉറക്കാം ഞാൻ, പാടാമോ സാറേ? പാടാമോ? പാടട്ടെ? ആരാ പാടുന്നേ? രമാവതി. പാട്. ഓക്കെ. പാട്ടു പാടി ഉറക്കാം ഞാൻ, താമരപ്പൂം പൈതലേ, കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ, നിന്നാലി പുൽമാടം പൂമേളാലി പുൽമാടം പൂമേളായടാ, കണ്ണായി നീക്ക് സാമ്രാജ്യം കൈവന്നെടാ, പാട്ടു പാടി ഉറക്കാം ഞാൻ, താമരപ്പൂം പൈതലേ, കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ഷേർലി മാം പാട്ട്. രമാവതി മാമിന്റെ സെക്കൻഡ് സ്റ്റാൻഡ്. ഷേർലി മാം പാടുന്നുണ്ടോ?
സെക്കൻഡ് സ്റ്റാൻസ് പഠിക്കും. രാജാവായി തീരും ഞാൻ, രാജാവായി തീരും ആ പാട്ട് ഞാനൊന്ന് പാടട്ടെ സാർ. നീ ഒരു കാലമോമനെ മറക്കാതെ തൻ താതൻ ശ്രീരാമനെ രാമനെ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരി രാരിരോ. താങ്ക് യു. ഓമന മാമിനെ പാടണമെങ്കിൽ പാടിക്കോളൂ. അഡ്മിറ്റ് ചെയ്യൂ, അഡ്മിറ്റ് ചെയ്യൂ, അഡ്മിറ്റ് ചെയ്യൂ. സൗണ്ട് ക്ലിയർ അല്ല, കേൾക്കുന്നില്ല. അഡ്മ്യൂട്ട് ചെയ്യൂ. ഈ പാട്ടൊന്ന് ഞാൻ പാടി നോക്കാം. പഠിക്കൂ, പഠിക്കൂ. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ പാട്ടുപാടിയുറക്കാം ഞാൻ താമരപ്പൂ പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കരളിന്റെ കാതലേ. നിന്നാലീ പുൽമാടം പൂമേടയായടാ, നിന്നാലീ പുൽമാടം പൂമേടയായടാ. കണ്ണാ നീ എനിക്കു സാമ്രാജ്യം കൈവന്നെടാ വന്നെടാ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ. കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ. രാജാവായി തീരും നീ ഒരു കാലമോമനെ, രാജാവായി തീരും നീ ഒരു കാലമോമനെ. മറക്കാതെ അന്നൂതൻ താതൻ ശ്രീരാമനെ രാമനെ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ. ഇത് പാടണ പാട്ട് പാടണ. ഈ പാട്ട് അറിയാവോ? അപ്പം വേണം മട വേണം, വളരെ പഴയ ഒരു പാട്ടാണ്. ബാബുരാജ് സാറിന്റെ പാട്ട്. ആർക്കറിയാവുന്ന? രമാവതി മാം അൺമ്യൂട്ട് ചെയ്യും. അതിന് രണ്ടുപേരെയാണ്. അപ്പം വേണം മട വേണം, അമ്പാടിക്കുട്ടനു ചോറൂണ്, വായോ വായോ വയനാടൻ കാറ്റ്, വയറു നിറച്ചും ചോറ് തരാം. എനിക്കത് കുറേ ആയി സാർ ഇത് കേൾക്കാതെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാവോ? അതിന്റെ സെക്കൻഡ് സ്റ്റാൻസ. ഓമന മാം അൺമ്യൂട്ട് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ സാർ അത്. രാരിരാരോ രാരിരോ
രാരിരാരോ രാരിരോ. അപ്പം വേണം അട വേണം അമ്പാടി കുട്ടന് ചോറൂടെ. അപ്പം വേണം അട വേണം അമ്പാടി കുട്ടന് ചോറൂടെ. വായോ വായോ വയനാടൻ കാറ്റ് വയറു നിറച്ചും ചോറു തരാം. വായോ വായോ വയനാടൻ കാറ്റ് വയറു നിറച്ചും ചോറു തരാം. കാലേ കുളിക്കണം കസവ് മുണ്ടുടുക്കണം കാവിൽ പോവാൻ തുണ വേണം. കാലേ കുളിക്കണം കസവ് മുണ്ടുടുക്കണം കാവിൽ പോവാൻ തുണ വേണം. വായ്ക്കുരയിടവാൻ വണ്ടുകൾ വേണം വയം വരക്കാൻ കിളി വേണം. കുഞ്ഞി പെണ്ണെ കുയിലാളെ കന്നി നിലാവിനെ കറന്നില്ലേ. നറും പാലിനാൽ പ്രഥവൻ വേണം നാട്ടാർക്കൊക്കെ വിരുന്നാണ്. അപ്പം വേണം അട വേണം അമ്പാടി കുട്ടന് ചോറൂടെ. രാരിരാരോ രാരിരാരോ. സാർ താങ്ക് യു സാർ. നല്ല നല്ല പാട്ടായിരുന്നു. താങ്ക് യു. സോ നമുക്ക് അവസാനത്തെ പാട്ട് രാപ്പകൽ എന്ന സിനിമയിൽ മോഹൻ സിത്താരയുടെ പഠിക്കും. മനസ്സ് വേറെ പാടിക്കോട്ടെ സാർ. ആരാ പാടുന്നേ? തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈകിടാവ് കൊടിപ്പാവുടുത്ത് കണിത്താലവുമ വിഷു കൈ നീട്ടമൻ കൈകളിൽ തരുമ്പോൾ എന്നിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും. ഓക്കെ, ആർക്കെങ്കിലും പാടാൻ പഠിക്കും? ഷെർലിമാം ആരെങ്കിലും? അടിപൊളിയാ. സരസ്വതി പാടില്ല. അബ്ദുറഹീം സാറുണ്ട്, ജോസഫ് സാറുണ്ട്. അവനറിയാമോ? ഓടിയാൻ പഠിക്കും. ലാസ്റ്റ് പാട്ടാണ് നമ്മൾ അതുകൊണ്ട് എലിപ്പിക്കുകയാണ്. അത് ശരിക്കും മുഴുവൻ കിട്ടൂല സാർ. ഓക്കെ. രമാവതി മാമിന് അറിയാമോ? ഇല്ല. കൈതപ്പുരത്തിന്റെ വരികളാണ്, അപ്പൊ അതിൻ്റെതായ മനസ്സ് ശരിക്കും കിട്ടുന്നില്ല. എനിക്ക് രണ്ടുപേരും അറിയാം. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു. കിട്ടുന്നില്ല സാറേ, സോറി. ഓക്കെ. അപ്പൊ ഇന്ന് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒത്തിരി പാട്ടുകൾ പാടി. ജോസഫ് സാർ ഉണ്ടോ? യെസ്. പൂർണ്ണമായിട്ട് നമ്മള് അമ്മമാർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു അല്ലേ? അതെ അതെ. മാതൃസ്നേഹം വഴിഞ്ഞൊഴുകി പാട്ടുകളിലൂടെ. അബ്ദുറഹീം സാർ എന്തോ പറയാനുണ്ട്? പറയും അബ്ദുറഹീം സാർ, പറയും. ഞാനൊരു 2 വരി പാടിയിട്ട് പിന്നെ അല്പം സംസാരിക്കാം. ഓക്കെ. വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത
മനസ്സകം വേണം വെടിഞ്ഞു അഹന്ത. വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം. ഞാൻ പറയാൻ പോകുന്നത് ഈ കാലഘട്ടത്തില് പ്രത്യേകിച്ച് ചില കൂടുതലല്ല, വളരെ കുറഞ്ഞ ഒരു ശതമാനം ആളുകൾ മാത്രമേ മാതാപിതാക്കളെ നോക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുകയും അവരെ ഈ വൃദ്ധാസ്ഥാനത്തിലൊക്കെ കൊണ്ടാക്കുകയൊക്കെ ചെയ്യാറുള്ളത്. ആ സമയത്ത് ഒരു വളരെ അനോഖമായ ഒരു കഥ നടന്ന അനുഭവ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സൗദി അറേബ്യയിൽ ഒരു കോടതിയിൽ ഒരു കേസ് വന്നു. 2-3 വർഷം മുമ്പ് വന്ന കേസാണ്. കേസിൽ എന്താ വന്നതെന്ന് വെച്ചാല് ഒരു ജ്യേഷ്ഠനും അനിയനും കേസ് കൊടുത്തതാണ് മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ട്. പലയിടങ്ങളിലും കേസ് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളായിരിക്കുമെങ്കിൽ ഇവിടെ ഈ കേസിൽ വന്നത് മാതാവിനെ ജ്യേഷ്ഠൻ കുറെ കാലമായി നോക്കുന്നു, അനിയനായ എനിക്കും മാതാവിനെ നോക്കാനുള്ള അധികാരം വേണം എന്ന് പറഞ്ഞാണ് കേസ് വന്നത്. അങ്ങനെ കേസ് കോടതിയിലെത്തിയപ്പോൾ ജഡ്ജി ചോദിച്ചു രണ്ടുപേരോടും അവരുടേതായ നീതികൾ. അപ്പൊ അനിയൻ പറഞ്ഞത്, മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച ഒരു മതത്തിലാണ് ഞാൻ ജീവിച്ച് ഇരിക്കുന്നത്. അതുകൊണ്ട് ജ്യേഷ്ഠന് മാത്രം പോരാ, എനിക്കും സ്വർഗത്തിന് അവകാശം കിട്ടാൻ വേണ്ടി എനിക്കും മാതാവിനെ നോക്കുവാനുള്ള സമയം അനുവദിച്ച് കിട്ടണം എന്ന് വാദിച്ചതോടെ ആ അനിയനും മാതാവിനെ നോക്കുവാനുള്ള സമയം അനുവദിച്ചു കൊടുക്കുകയാണ് കോടതി ചെയ്തത്. അങ്ങനെ ഒരു അനോഖമായ വളരെ മാതൃകാപരമായ ഒരു ജഡ്ജ്മെന്റും ഒരു കേസുമാണ് വന്നതെന്ന് ലോകത്തിൽ, അത് യൂട്യൂബിലൊക്കെ തന്നെ വളരെ വൈറലായ ഒരു സംഭവ കഥയായിരുന്നു അത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മാതാപിതാക്കളെ നോക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ മാതാവിൻ്റെ അല്ലെങ്കിൽ മദർ ഡേ ലോക അന്താരാഷ്ട്ര തലത്തിൽ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു രൂപമാണ് മാതാവിന്റെ രൂപം. എൻ്റെ കൂടെ എൻ്റെ മാതാവില്ല. ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ കൂടുതൽ ആഴം നമുക്ക് സത്യത്തിൽ മനസ്സിലാകുന്നത്. കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്നൊക്കെ ഈ പറയുന്ന പോലെ മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ആ സാമീപ്യം കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് കൂടുതൽ ചിന്തിച്ചു പോകും. ജോസഫ് സാർ. അബ്ദുറഹീം സാറിന് ഒരു പ്രത്യേകം നന്ദി പറയാൻ കാരണം ഇതോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ മാതൃദിനം പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനൊരു പൂർണ്ണത നൽകുന്ന ഒരു സന്ദേശമാണ് അബ്ദുറഹീം ബായി നൽകിയത് എന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കാം അല്ലെ സാബു സാറ്? പാട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരമുണ്ട് എന്നും പറയുകയാണ്. എത്ര വയസ്സായാലും പ്രശ്നമില്ല, എന്നെ ബന്ധപ്പെട്ടാൽ അതിന് വേണ്ട ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പഠിക്കുന്ന അധ്യാപകൻ കുറെ പേരെ പഠിപ്പിക്കുന്നുണ്ട്. വനിതകളെ ഇടയ്ക്ക് വരാൻ പറയാം. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ജയകുമാർ സാർ, നമുക്ക് അടുത്ത പ്രാവശ്യം ഞാൻ വിളിക്കാം. ഓക്കെ, എല്ലാവർക്കും നന്ദി. അങ്ങനെയുള്ള പഠനങ്ങളിലൂടെ ആണ് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് സാധ്യമെന്നൊരു തോന്നൽ വരണം, എന്നാലേ അതിലേക്ക് പഠനം എളുപ്പമാവും. സോ താങ്ക് യു വൺസ് അഗെയിൻ. അപ്പൊ ഇന്നത്തെ മാതൃദിനത്തിന് എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും പ്രത്യേകം ആശംസകൾ നേരുന്നു. നാളെ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിന്റെ പാർട്ടായിട്ട് നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ കേരളത്തിന് വെളിയിലേക്ക് ഒത്തിരി യാത്രകൾ അല്ലെങ്കിൽ പഠനയാത്രകൾ നടത്തുകയാണ്, പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരിക്കും നാളെ നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പൊ അത് എല്ലാവർക്കും അതിൻ്റെ അകത്ത് അവസരമുണ്ട്. കുട്ടികളെ എങ്ങനെ കൂടെ ചേർത്ത് നിർത്താം. U3Aയുടെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത്, ഒരു 5 ദിന സെമിനാർ, എക്സ്പീരിയൻഷ്യൽ ഗൈഡൻസ് പ്രോഗ്രാം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചൊവ്വാഴ്ചയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്.
അതിന്റെ ഭാഗമായിട്ട് നാളെ നമുക്കൊരു കട്ടൺ റൈസർ എന്ന നിലയിൽ ആ വിഷയത്തെ സ്വല്പം ഒന്ന് ആധികാരികമായിട്ടൊന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാക്കി നാളെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. Yeah, good night. Thank you, sir.